അപ്പോൾ നമ്മൾ റാഡിക്കൽ ഫെമിനിസമാണ് പറഞ്ഞത്. അതിൽ ഗെയിൽ റൂബിൻ്റെയും കേറ്റ് മില്ലറ്റിൻ്റെയും തിയറികൾ നമ്മൾ റാഡിക്കൽ ഫെമിനിസത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഷുലാമിത്ത് ഫയർസ്റ്റോണിൻ്റെ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്കിനി അനലൈസ് ചെയ്യാനുള്ളത്. ഗെയിൽ റൂബിനും കേറ്റ് മില്ലറ്റും റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ്. പ്രധാനപ്പെട്ട 4 റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണുള്ളത്. ഗെയിൽ റൂബിൻ, കേറ്റ് മില്ലറ്റ്, ഷുലാമിത്ത് ഫയർസ്റ്റോൺ, അതേപോലെ തന്നെ അഡ്നി റിച്ച്. അതിൽ നമ്മൾ ഗെയിൽ റൂബിൻ്റെയും കേറ്റ് മില്ലറ്റിൻ്റെയും തിയറികൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ തേർഡ് റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് ഷുലാമിത്ത് ഫയർസ്റ്റോൺ. ഷുലാമിത്ത് ഫയർസ്റ്റോൺ. അപ്പോൾ ഈ ഷുലാമിത്ത് ഫയർസ്റ്റോണിൻ്റെ വ്യൂവിലൂടെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് റാഡിക്കൽ ഫെമിനിസത്തെ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. ഷുലാമിത്ത് ഫയർസ്റ്റോൺ വാസ് എ കീ റാഡിക്കൽ ഫെമിനിസ്റ്റ് whose work the dialectic of sex highlighted how deeply gender inequality is embodied in society. അതായത് ഷുലാമിത്ത് ഫയർസ്റ്റോൺ റാഡിക്കൽ ഫെമിനിസത്തിലെ ഒരു പ്രധാന ചിന്തകരിൽ ഒരാളായിരുന്നു. മാത്രമല്ല അദ്ദേഹം ദ ഡയലക്റ്റിക് ഓഫ് സെക്സ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഡയലക്റ്റിക് ഓഫ് സെക്സ് എന്ന കൃതി. ആ ഒരു കൃതിയിലൂടെ അദ്ദേഹം ജെൻഡർ ഇൻഈക്വാലിറ്റി, ലിംഗ അസമത്വം സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കി. അപ്പോൾ ഷുലാമിത്ത് ഫയർസ്റ്റോൺ വാസ് എ കീ റാഡിക്കൽ ഫെമിനിസ്റ്റ്, ഒരു പ്രധാനപ്പെട്ട റാഡിക്കൽ ഫെമിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു ഷുലാമിത്ത് ഫയർസ്റ്റോൺ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഡയലക്റ്റിക് ഓഫ് സെക്സ്. അപ്പോൾ ആ ഡയലക്റ്റിക് ഓഫ് സെക്സ് എന്ന കൃതിയിലൂടെ അദ്ദേഹം എന്താണ് ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത്? ജെൻഡർ ഇൻഈക്വാലിറ്റി, ലിംഗ അസമത്വം. ഇപ്പം ലിംഗ അസമത്വത്തെ സമൂഹത്തിൽ അത് എത്രത്തോളം ആഴത്തിൽ ജെൻഡർ ഇൻഈക്വാലിറ്റി അഥവാ ലിംഗ അസമത്വം സൊസൈറ്റിയിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഷീ ആർഗ്യൂഡ് ദാറ്റ്, അപ്പോൾ ഷുലാമിത്ത് ഫയർസ്റ്റോൺ ഒരു ഫീമെയിൽ തോട്ടിസ്റ്റ് ആട്ടോ, ഒരു സ്ത്രീ ചിന്തകയാണ്. അപ്പോൾ ഷുലാമിത്ത് ഫയർസ്റ്റോൺ അവിടെ വ്യക്തമാക്കുകയാണ്. ഷീ ആർഗ്യൂഡ് ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ സെക്സ് ആൻഡ് ജെൻഡർ ഷേപ്പ് ഓൾ ആസ്പെക്ട് ഓഫ് ലൈഫ് ഓഫ്റ്റൻ ഇൻവിസിബിളി. അതായത് എന്താണ് ഇവിടെ അവർ പറയുന്നത്, ഷുലാമിത്ത് പറയുന്നത്? അതായത് ഷീ ആർഗ്യൂഡ് ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ സെക്സ് ആൻഡ് ജെൻഡർ, അതായത് ജെൻഡറും സെക്സിനെയും അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളെയും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാമെങ്കിലും അത് സ്വാധീനിക്കുന്നു എന്ന് അവർ വാദിച്ചു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സെക്സ് ആൻഡ് ജെൻഡർ. സെക്സും ജെൻഡറും, ലിംഗവ്യത്യാസവും സെക്സും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെയും സ്വാധീനിക്കുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ സെക്സ് ജെൻഡർ എന്ന അടിസ്ഥാനമാക്കിയുള്ള സെക്സിനെയും ജെൻഡറിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ ഡിഫറൻസ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് ആര് വ്യക്തമാക്കുന്നത്? ഷുലാമിത്ത് ഫയർസ്റ്റോൺ വ്യക്തമാക്കുന്നത്. Firestone critiqued biological explanation of femininity and masculinity, rejecting Freudian ideas that rooted gender traits in nature instead. അതേപോലെ തന്നെ പിന്നെന്താണ് എന്തിനെയാണ് അദ്ദേഹം ആരെ വിമർശിക്കുന്നുണ്ട്? ഷുലാമിത്ത് ഫയർസ്റ്റോൺ ഫ്രീഡൻ്റെ ആശയങ്ങളെ വിമർശിക്കുന്നുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് സ്ത്രീ സവിശേഷതയും അതേപോലെ തന്നെ പുരുഷ സവിശേഷതയും. ഇവിടെ ഫയർസ്റ്റോൺ ക്രിറ്റിക് ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലാനിറ്റി. ഫയർസ്റ്റോണ് ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്തിനെ? ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫെമിനിറ്റി. ഫെമിനിറ്റി പറഞ്ഞാൽ സ്ത്രീ സവിശേഷത,
മസ്കുലാനിറ്റി പറഞ്ഞാൽ പുരുഷ സവിശേഷത. അപ്പോൾ സ്ത്രീ സവിശേഷതയെയും പുരുഷ സവിശേഷതയെയും ഈ രണ്ട് സവിശേഷതയും ജീവശാസ്ത്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഫ്രോയിഡിൻ്റെ ആശയങ്ങളെ ഫയർസ്റ്റോൺ വിമർശിക്കുന്നു. ഫ്രോയിഡിൻ്റെ ആശയങ്ങളാണ് എന്ത്? ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലാനിറ്റി. ജീവശാസ്ത്രപരമായിട്ടുള്ള ഏതൊക്കെ പുരുഷ സവിശേഷതയാണെങ്കിലും സ്ത്രീ സവിശേഷതയാണെങ്കിലും അത് ജീവശാസ്ത്രത്തിൽ നിന്ന്, ബയോളജിക്കലിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന ആരുടെ വാദം? ഫ്രീഡൻ്റെ വാദം. ഫ്രീഡൻ്റെ വാദത്തെ ആര് വിമർശിച്ചു? ഫയർസ്റ്റോൺ വിമർശിച്ചു. അപ്പോൾ ഷുലാമിത്ത് ഫയർസ്റ്റോൺ റാഡിക്കൽ ഫെമിനിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജെൻഡർ ഇന്നീക്വാലിറ്റിയെ, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ജെൻഡർ ഇന്നീക്വാലിറ്റിയെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം എന്താണ് അവിടെ ആർഗ്യൂ ചെയ്യുന്നത്? അതായത് she argued that distinction based on sex and gender shape all aspect of life often invisibly. അതായത് ജെൻഡർ ആയാലും സെക്സ് ആയാലും അതിനെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെന്ന് ആരാണ് പറയുന്നത്? ഷുലാമിത്ത് ഫയർസ്റ്റോൺ വ്യക്തമാക്കി. മാത്രമല്ല അദ്ദേഹം ആരേനെയാണ് അവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്? ഫ്രീഡനെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യാണ്. എങ്ങനെ? ഫയർസ്റ്റോൺ ക്രിറ്റിക്ഡ് ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലാനിറ്റി, റിജക്റ്റിംഗ് ഫ്രീഡൻ ഐഡിയാസ് ദാറ്റ് റൂട്ടഡ് ജെൻഡർ ട്രൈറ്റ്സ് ഇൻ നേച്ചർ ഇൻസ്റ്റഡ്. അതായത് അദ്ദേഹം ഫ്രീഡനെ ഏത് രീതിയിലാണ് വിമർശിക്കുന്നത്? അതായത് പുരുഷ സവിശേഷതയെയും സ്ത്രീ സവിശേഷതയെയും ജീവശാസ്ത്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഫ്രീഡൻ്റെ ആശയങ്ങളെ ഫയർസ്റ്റോൺ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? വിമർശിച്ചു. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഷീ എംഫസൈസ്ഡ് ഹൗ പാട്രിയാർക്കി കൺട്രോൾ മദർഹുഡ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ജെൻഡർ ഇൻഈക്വാലിറ്റി അക്രോസ് ജനറേഷൻ. അതായത് ഷീ എംഫസൈസ്ഡ് ഹൗ പാട്രിയാർക്കി കൺട്രോൾ. പാട്രിയാർക്കി പറഞ്ഞാൽ എന്താ? പുരുഷാധിപത്യത്തെ നിയന്ത്രിക്കുന്നത് സമൂഹത്തിലെ അധികാരബന്ധങ്ങളായിട്ടുള്ള എന്താണ്? ഇത്തരം ലിംഗവ്യത്യാസങ്ങളാണ്. ഷീ എംഫസൈസ്ഡ് ഹൗ പാട്രിയാർക്കി കൺട്രോൾ മദർഹുഡ്, റീപ്രൊഡ്യൂസിങ് ജെൻഡർ ഇൻഈക്വാലിറ്റി അക്രോസ് ജനറേഷൻ. അതായത് ഈ പുരുഷാധിപത്യത്തെ നിയന്ത്രിക്കുന്നത് സൊസൈറ്റിയിലെ സ്ത്രീത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള മദർഹുഡും മദർഹുഡ് എന്ന് പറഞ്ഞാൽ മാതൃത്വം, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പുനരുൽപാദനം, റീപ്രൊഡ്യൂസിങ് ജെൻഡർ, ഇത്തരം കാര്യങ്ങളാണ് ഏതിനെ കൺട്രോൾ ചെയ്യുന്നത്? പാട്രിയാർക്കി പറഞ്ഞാൽ പുരുഷാധിപത്യത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നും ആര് വാദിച്ചു? ഷുലാമിത്ത് ഫയർസ്റ്റോൺ ഇവിടെ വ്യക്തമാക്കി. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട റാഡിക്കൽ ഫെമിനിസ്റ്റാണ് ഷുലാമിത്ത് ഫയർസ്റ്റോൺ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു ഏത്? ഡയലക്റ്റിക് ഓഫ് സെക്സ്. ആ ഒരു കൃതിയിലൂടെയാണ് അദ്ദേഹം സമൂഹത്തിൽ ജെൻഡറും സെക്സും എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി തന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫെമിനിറ്റി ആൻഡ് മസ്കുലാനിറ്റി, അതായത് ഫ്രീഡിയൻ്റെ ആശയങ്ങളായിട്ടുള്ള ഫെമിനിറ്റിയെയും മസ്കുലാനിറ്റിയെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് പിന്നെ അതായത് ഷീ എക്സ്പ്ലെയിൻഡ് ജെൻഡർ ഡിഫറൻസ് ആസ് ഔട്ട്കം ഓഫ് പവർ റിലേഷൻ ഇൻ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതായത് ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തെയാണ് സമൂഹത്തിൽ കാണിക്കുന്നത്. എങ്കിലും പാട്രിയാർക്കിയെ കൺട്രോൾ ചെയ്യുന്നതിന് ഏതിലൂടെ സാധിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്? അതായത് മദർഹുഡ്, റീപ്രൊഡ്യൂസിങ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ എന്തിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്? പുരുഷാധിപത്യത്തെ, പാട്രിയാർക്കിയെ കൺട്രോൾ ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷുലാമിത്ത് ഫയർസ്റ്റോണിൻ്റെ ആശയത്തിൽ വരുന്നത്. അടുത്തതാണ് എൻട്രിയൻ റിച്ച്. ADRIENNE
RICH, എൻഡ്രിയൻ കേട്ടോ, എൻഡ്രിയൻ റിച്ച്. ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണ് എൻഡ്രിയൻ റിച്ച്. എൻഡ്രിയൻ റിച്ച് ഇൻ ഓഫ് വുമൺ ബോൺ അനലൈസ്ഡ് മദർഹുഡ് അണ്ടർ പാട്രിയാർക്കി. എൻഡ്രിയൻ റിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏത്? ഇൻ ഓഫ് വുമൺ ബോൺ. വുമൺ ബോൺ എന്ന സ്ത്രീയുടെ ജനനം എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വുമൺ ബോൺ എന്ന ഒരു പ്രധാനപ്പെട്ട കൃതി ആരുടെ ബുക്കാണ്? എൻഡ്രിയൻ റിച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അത് വുമൺ ബോൺ. ആ കൃതിയിലൂടെ അദ്ദേഹം എന്താണ് അനലൈസ് ചെയ്തത്? അനലൈസ്ഡ് മദർഹുഡ് അണ്ടർ പാട്രിയാർക്കി. അദ്ദേഹം പിതൃസത്തയുടെ കീഴിലുള്ള മാതൃത്വത്തെ വിശകലനം ചെയ്തു. അതായത് പാട്രിയാർക്കിയുടെ കീഴിലുള്ള മദർഹുഡ് പറഞ്ഞാൽ മാതൃത്വം, പാട്രിയാർക്കി പറഞ്ഞാൽ പിതൃത്വം. അപ്പൊ ആ പിതൃത്വത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള മാതൃത്വത്തെ ആര് ഇവിടെ വിശകലനം ചെയ്തു? എഡ്രിയൻ റിച്ച് അനലൈസ് ചെയ്തു. എഡ്രിയൻ റിച്ച് ഇൻ ഓഫ് വുമൺ, ഏത് ബുക്കിലൂടെ? വുമൺ ബോൺ എന്ന കൃതിയിലൂടെ എഡ്രിയൻ റിച്ച് പാട്രിയാർക്കിയിൽ ആഴ്ന്നിറങ്ങിയ മദർഹുഡ് പറഞ്ഞ മാതൃത്വം, ഒരു പാട്രിയാർക്കിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആ മാതൃത്വത്തെ അല്ലെങ്കിൽ പാട്രിയാർക്കിയുടെ കീഴിലുള്ള മാതൃത്വത്തെ ആര് അനലൈസ് ചെയ്തു? എഡ്രിയൻ റിച്ച് അനലൈസ് ചെയ്തു. She argued that patriarchy survives by controlling women reproductive power. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ജീവൻ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ സൃഷ്ടിക്കാതിരിക്കാനുള്ള ശക്തിയെ നിയന്ത്രിക്കാതെ പാട്രിയാർക്കി നിലനിൽക്കാനാവില്ല എന്നായിരുന്നു റിച്ചിൻ്റെ വാദം. ഇപ്പൊ റിച്ച് എന്താണ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്? She argued that patriarchy survives by controlling women reproductive power. അതായത് സ്ത്രീകളുടെ ജീവൻ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ സൃഷ്ടിക്കാതിരിക്കാനുള്ള ആ പവറിനെ നിയന്ത്രിക്കാതെ ഇവിടെ നിലനിൽക്കാനാവില്ല എന്നാണ് പറയുന്നത്. പിതൃത്വം നിലനിൽക്കാൻ സാധിക്കില്ല എന്നാണ് ആര് വാദിച്ചത്? സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല എന്നാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്ത്രീ ഉണ്ടാവുമ്പോഴേ ആരും ഉണ്ടാവുള്ളൂ, പുരുഷനും ഉണ്ടാവുള്ളൂ. അപ്പോൾ പുരുഷൻ എന്നൊരു പുരുഷാധിപത്യം ഉണ്ടാവുന്നതിൻ്റെ മുഖ്യ കാരണവും ആരെന്നെയാണ്? സ്ത്രീ തന്നെയാണ് എന്നാണ് ആര് വാദിക്കുന്നത്? ഇവരൊക്കെ റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ്. അപ്പോൾ അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത്രത്തോളം അവരുടെ വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് എഡ്രിയൻ റിച്ച് പറയുന്നത് പുരുഷാധിപത്യം ഇവിടെ ഉണ്ടാകാനുള്ള കാരണവും ആരെന്നെയാണ്? സ്ത്രീ തന്നെയാണ്. സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷൻ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് ആർഗ്യൂ ചെയ്യാണ്. ഷീ ആർഗ്യൂഡ് ദാറ്റ് പാട്രിയാർക്കി സർവൈവസ് ബൈ കൺട്രോളിങ് വുമൺ റീപ്രൊഡക്റ്റീവ് പവർ. അതായത് സ്ത്രീകൾക്ക് ജീവൻ സൃഷ്ടിക്കാനുള്ള ശക്തി നിയന്ത്രിക്കാതെ ഇവിടെ എന്ത് നിലനിൽക്കില്ല? ഒരിക്കലും പാട്രിയാർക്കി നിലനിൽക്കാനാവില്ല എന്നായിരുന്നു ആരുടെ വാദം? ഈ എഡ്രിയൻ റിച്ചിൻ്റെ വാദം. റിച്ച് ഷോവ്ഡ് ഹൗ മെയിൽ ഡോമിനേറ്റഡ് മെഡിക്കൽ സിസ്റ്റം replaced traditional female midwives and took control of childbirth, distancing women from their own bodily knowledge. അതേപോലെ തന്നെ സ്ത്രീ മിഡ്വൈഫുകളെ മാറ്റി പുരുഷ ഡോക്ടർമാർ ഡെലിവറി നിയന്ത്രിച്ചതിലൂടെ സ്ത്രീകളെ അവരുടെ ശരീര അനുഭവങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് അവർ പറയുന്നു. ഇതിലൂടെ മാതൃത്വം സ്ത്രീകൾക്കൊരു അന്യമായ അനുഭവമായി മാറി. അതേപോലെ തന്നെ ഫയർസ്റ്റോണിനൊപ്പം സ്ത്രീ വിമോചനത്തിനായി മാതൃത്വത്തെ പിത്രാധിഷ്ഠിത സ്ഥാപനങ്ങളിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്ന് ആര് വാദിച്ചു? ഈ എഡ്രിയൻ റിച്ച് വാദിച്ചു. അതായത് അദ്ദേഹം പറയുകയാണ്, ഈ സ്ത്രീകളുടെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ പുരുഷൻ ഏറ്റെടുത്തത് മെയിൽ ഡോക്ടർമാർ ഏറ്റെടുത്തതോടുകൂടി സ്ത്രീകൾ എന്തിൽ നിന്നും അന്യമായി എന്നാണ് പറയുന്നത്. ഇതിലൂടെ മാതൃത്വം സ്ത്രീകൾക്കൊരു അന്യമായ അനുഭവമായി മാറി. മാത്രമല്ല ഫയർസ്റ്റോണിനൊപ്പം സ്ത്രീ വിമോചനത്തിനായി മാതൃത്വത്തെ പിത്രാധിഷ്ഠിത സ്ഥാപനങ്ങളിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്ന് ആര് വാദിക്കുകയാണ് ചെയ്യുന്നത്? എഡ്രിയൻ റിച്ച് വാദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ
This institutional control made motherhood an alienating experience for women. Rich agreed with the Firestone that women liberation requiring freeing motherhood from patriarchal institution and restoring women autonomy over reproduction. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കഴിവാണ് റീപ്രൊഡക്ഷൻ. പക്ഷേ അതിൽ അവരുടെ ആ കഴിവിലേക്ക് പുരുഷൻ്റെ പങ്കാളിത്തം കൂടി കടന്നു വരുമ്പോൾ അവരുടെ ആ മാതൃത്വം നഷ്ടപ്പെടുകയാണ് എന്നാണ് ആര് വാദിക്കുന്നത്? എഡ്രിൻ റിച്ച് വാദിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ പാട്രിയാർക്കിയെ സ്ഥാപനങ്ങളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ടെന്ന് ആര് വാദിച്ചു? എഡ്രിൻ റിച്ച് വാദിച്ചു. അപ്പോൾ ഇവരുടെ ആരുടെ ഗെയ്ലി റൂബിനും കെറ്റ് മില്ലറ്റും ഷുലാമിത്ത് ഫയർസ്റ്റോണും എഡ്രിൻ റിച്ചൊക്കെ റാഡിക്കൽ ഫെമിനിസ്റ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ തിയറികളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ 4 റാഡിക്കൽ ഫെമിനിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 ആളുകളുടെ തിയറിയാണ് കേട്ടോ വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് 2 system explanation of women oppression. 2 system explanation of women oppression എന്നൊരു ടോപ്പിക്കും പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം. ഇത്രയും കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അനലൈസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 2 system explanation of women oppression. 2 സിസ്റ്റത്തിലൂടെയുള്ള സ്ത്രീ അടിച്ചമർത്തലിനെ കുറിച്ച് ഇവിടെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ജൂലിയറ്റ് മിച്ചൽ, അലീഫൺ ജഗർ, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ. അതിൽ ഐറിഫ് മാരിയോൺ യങ്, അതേപോലെ തന്നെ സെൽവിയ ബൽബി. അപ്പോൾ ഇത്രയും ആളുകൾ ഈ വുമൺ ഒപ്രഷനെ കുറിച്ച്, സ്ത്രീ അടിച്ചമർത്തലിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കുട്ടികളെ 2 system explanation of women oppression, അതായത് 2 system explanation of women oppression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിസ്റ്റത്തിലൂടെയുള്ള സ്ത്രീ അടിച്ചമർത്തലിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് ചിലപ്പോൾ മുതലാളിത്തവുമായിരിക്കാം, ക്യാപിറ്റലിസവുമായിരിക്കാം. ഇതാണ് 2 system എന്ന് പറയുന്നത്. പക്ഷെ അതിവിടെ എഴുതിയിട്ടിട്ടില്ല കേട്ടോ. 2 system എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്യാപിറ്റലിസം ആയിരിക്കാം, അതേപോലെ തന്നെ അത് പാട്രിയാർക്കി ആയിരിക്കാം. പാട്രിയാർക്കി പറഞ്ഞാൽ പിതൃദായകത്വം, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തം. ആ 2 എണ്ണത്തിനെയാണ് ഇവിടെ 2 system എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സിസ്റ്റത്തിലൂടെയുമുള്ള വുമൺ ഒപ്രഷൻ എങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ 2 system എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ, 2 സിസ്റ്റത്തിലൂടെയുള്ള സ്ത്രീ അടിച്ചമർത്തലിനെ, വുമൺസിനെ 2 സിസ്റ്റത്തിലൂടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആ തിയറിയെയാണ് നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരുടെ തിയറിയാണ്? ജൂലിയറ്റ് മിച്ചൽ. അപ്പോൾ 2 system എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷനെ കുറിച്ച് ഇവിടെ അനലൈസ് ചെയ്യുന്നത് ജൂലിയറ്റ് മിച്ചലാണ്. ജൂലിയറ്റ് മിച്ചൽ held that women's status is shaped not only by production but also by reproduction, sexuality and socialization of children. അതായത് ജൂലിയറ്റ് മിച്ചൽ എന്താണ് ഇവിടെ വാദിക്കുന്നത്? സ്ത്രീകളുടെ സോഷ്യൽ സിസ്റ്റം, അതായത് വുമൺസിൻ്റെ സാമൂഹിക നില ഉൽപാദനത്തിലൂടെ മാത്രം നിർണ്ണയിക്കപ്പെടുന്നതല്ല, മറിച്ച് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണത്? റീപ്രൊഡക്ഷൻ, സെക്സ്വാലിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സ്ത്രീകളുടെ സാമൂഹിക നില എന്ന് പറയുന്നത് വെറും ഒരു പ്രൊഡക്ഷനിലൂടെ മാത്രമല്ല നിർണ്ണയിക്കപ്പെടുന്നത്, മറിച്ച് റീപ്രൊഡക്ഷനിലൂടെയും സെക്സ്വാലിറ്റിയിലൂടെയും അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സാമൂഹീകരണം എന്നിവയിലൂടെയൊക്കെയാണ് സ്ത്രീകളുടെ രൂപീകരിക്കപ്പെടുന്നത്, സോഷ്യൽ സിസ്റ്റം രൂപീകരിക്കപ്പെടുന്നത്. വെറും ഒരു പ്രൊഡക്ഷന് മാത്രം വേണ്ടിയല്ല വുമൺസ്. held that women's status is shaped not only by production. ഒരു പ്രൊഡക്ഷന് മാത്രമായിട്ടല്ല വുമൺ എന്ന് പറയുന്നത് എന്തിനെല്ലാം വേണ്ടിയ? റീപ്രൊഡക്ഷൻ, പുനരുൽപാദനം, സെക്സ്വാലിറ്റി, സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കുക,
പുനരുൽപാദനം നടത്തുക, സെക്സ്വാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതാണ് ആരെ സ്ത്രീയുടെ പദവി, വുമൺ സ്റ്റാറ്റസ്. അതല്ലാതെ ഒരിക്കലും ഒരു പ്രൊഡക്ഷന് മാത്രമായിട്ട് വേണ്ടിയുള്ളതല്ല വുമൺസിൻ്റെ സ്റ്റാറ്റസ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ ആര് പറയുന്നുണ്ട്? ജൂലിയറ്റ് മിച്ചൽ. അപ്പോൾ ജൂലിയറ്റ് മിച്ചൽ എന്താണ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്? ജൂലിയറ്റ് മിച്ചൽ ഹെൽഡ് ദാറ്റ് വുമൺ സ്റ്റാറ്റസ് ഈസ് ഷേപ്ഡ് നോട്ട് ഓൺലി ബൈ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷന് മാത്രമായിട്ടല്ല സ്ത്രീ പിന്നെ റീപ്രൊഡക്ഷനും സെക്സ്വാലിറ്റിക്കും സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സാമൂഹ്യവൽക്കരണത്തിനൊക്കെ വേണ്ടിയുള്ള പദവിയാണ് ആർക്ക് വേണ്ടത്? സ്ത്രീക്ക് വേണ്ടത് എന്നാണ് ജൂലിയറ്റ് മിച്ചൽ വാദിക്കുന്നത്. She argued that women liberation requires changes in economic structures as well as social attitude and psychological mindset that devalue women. അതേപോലെ തന്നെ സ്ത്രീ വിമോചനത്തിന് ഷീ ആർഗ്യൂഡ് ദാറ്റ് വുമൺ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിമോചനം, സ്വാതന്ത്ര്യം. അപ്പോൾ സ്ത്രീ വിമോചനത്തിന് സാമ്പത്തിക ഘടനകളിലെ മാറ്റത്തോടൊപ്പം സ്ത്രീകളെ സാമൂഹിക മനോഭാവങ്ങളിലും മാനസിക സമീപനങ്ങളിലും മാറ്റം ആവശ്യമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ സ്ത്രീ വിമോചനത്തിന് എന്തൊക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത്? എക്കണോമിക് സ്ട്രക്ചർ ആസ് വെൽ ആസ് ഒരു സാമ്പത്തിക ഘടനയോടൊപ്പം തന്നെ എന്തൊക്കെ വേണം സ്ത്രീ വിമോചനത്തിന്? സൈക്കോളജിക്കൽ മൈൻഡ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് സൈക്കോളജിക്കൽ മൈൻഡ്. സാമൂഹികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും സൈക്കോളജിക്കൽ മൈൻഡും ആരുടെ വിമോചനത്തിന് ആവശ്യമാണ്? വുമൺ ലിബറേഷൻ. അപ്പോൾ ജൂലിയറ്റ് മിച്ചലിൻ്റെ അഭിപ്രായത്തിൽ ജൂലിയറ്റ് മിച്ചൽ ആർഗ്യൂ ചെയ്യാണ്. ഷീ ആർഗ്യൂഡ് ദാറ്റ് വുമൺ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എക്കണോമിക് സ്ട്രക്ചർ മാത്രം പോരാ, സാമ്പത്തിക ഘടന മാത്രം പോരാ. പിന്നെ എന്തെല്ലാം വേണം? സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, സൈക്കോളജിക്കൽ മൈൻഡ്. അപ്പോൾ ഒരു സ്ത്രീയുടെ വാല്യൂ അതല്ലെങ്കിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഒക്കെ വർദ്ധിക്കണമെങ്കിൽ ഒരു എക്കണോമിക് സ്ട്രക്ചർ മാത്രം പോരാ, സോഷ്യൽ ആറ്റിറ്റ്യൂഡും സൈക്കോളജിക്കൽ മൈൻഡും അതേപോലെ തന്നെ സാമൂഹിക മനോഭാവങ്ങളും മാനസിക സമീപനങ്ങളിലൊക്കെ മാറ്റം വരണം എന്നാണ് ആര് വാദിക്കുന്നത്? ജൂലിയറ്റ് മിച്ചൽ. അടുത്തതാണ് അലിസൺ ജാഗർ. അലിസൺ ജാഗർ സ്ത്രീ വിമോചനത്തിന് വേണ്ടി എന്താ പറയുന്നത് നോക്കൂ. argued that overthrowing capitalism alone would not liberate women. Patriarchy must also be dismantled. She emphasized women alienation from their bodies, children and reproductive choices due to male domination and patriarchal control. അലിസൺ ജാഗർ ആർഗ്യൂ ചെയ്യുന്നു. അലിസൺ ജാഗർ എന്താ അവിടെ പറയുന്നത്? ക്യാപിറ്റലിസം, മുതലാളിത്തം മാത്രം ഇല്ലാതാക്കുന്നതിലൂടെ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്നും വെറും ഒരു ക്യാപിറ്റലിസം ഒഴിവാക്കി എന്ന് എഴുതിയിട്ട് ഒരിക്കലും വുമൺസ് ലിബറേറ്റ് ആവുന്നില്ല. നോട്ട് ലിബറേറ്റ് വുമൺ. ക്യാപിറ്റലിസം ഒഴിവാക്കി എന്ന് വിചാരിച്ചിട്ട് മുതലാളിത്തം ഇവിടെ നിന്ന് ഒഴിവാക്കി എഴുതിയിട്ട് ഒരിക്കലും സ്ത്രീ വിമോചനം സാധ്യമല്ല എന്നാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്? അലിസൺ ജാഗർ argued that overthrowing capitalism alone would not liberate women. ഒരിക്കലും മുതലാളിത്തം മാത്രം ഇല്ലാതാക്കുന്നതിലോടുകൂടി സ്ത്രീ വിമോചനം സാധ്യമല്ല. പിന്നെ എന്തില്ലാതാക്കണം? പാട്രിയാർക്കി മസ്റ്റ് ആൾസോ ഡിസ്മാൻഡിൽഡ്. പാട്രിയാർക്കി. വാട്ട് ഈസ് മീൻ ബൈ പാട്രിയാർക്കി? എന്താണ് പാട്രിയാർക്കി? പിതൃദായകത്വം. അതായത് പിതൃസത്ത അഥവാ പിതൃദായകത്വം എന്ത് ചെയ്യണം? പുരുഷാധിപത്യം ഇല്ലാതാക്കണം. അപ്പോഴേ സ്ത്രീ വിമോചനം ഉണ്ടാവൂ എന്നാണ് ആര് വാദിച്ചത്? ഇതൊന്നും എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ, ഇതൊക്കെ ഓരോ സോഷ്യോളജിസ്റ്റുകൾ പറയുന്നതാണ്. അലിസൺ ജാഗർ. അപ്പോൾ അലിസൺ ജാഗർ പറയാണ് മുതലാളിത്തം മാത്രം ഒഴിവാക്കിയത് കൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം നേടുന്നില്ല. സ്ത്രീ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ എന്ത് വേണം? പാട്രിയാർക്കി ഇല്ലാതാക്കണം, പുരുഷാധിപത്യം ഇല്ലാതാക്കണം. അപ്പോൾ മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യം നേടുകയുള്ളൂ എന്ന് ആര് ശക്തമായി വാദിക്കുകയാണ്? അലിസൺ ജാഗർ. She emphasized women alienation from their body, children and reproductive choice due to male domination and patriarchal control. അതേപോലെ തന്നെ പിന്നെന്താണ്? പുരുഷാധിപത്യവും
അതേപോലെ തന്നെ പുരുഷ നിയന്ത്രണങ്ങളും കാരണം സ്ത്രീകൾ അവരുടെ ബോഡികളിൽ നിന്നും കുട്ടികളിൽ നിന്നും പ്രൊഡക്ഷനിൽ നിന്നും അകറ്റപ്പെട്ടു എന്നവർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ എന്തിൽ നിന്നൊക്കെ അലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അകറ്റുക. അലിനേറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അകറ്റപ്പെട്ട പീപ്പിൾ. അപ്പോൾ ഇവിടെ അലിനേറ്റ് വിമൺ എന്ന് പറഞ്ഞാൽ എന്താ? അകറ്റപ്പെട്ട സ്ത്രീകൾ. സ്ത്രീകളെ എന്തൊക്കെയാണ് അകറ്റി നിർത്തിയത്? റീപ്രൊഡക്റ്റീവ് ചോയ്സ്, അവർ പുനരുൽപാദനത്തിന് സാധിക്കും. അത് മെയിൽ ഡോമിനേഷൻ, പുരുഷാധിപത്യം, പാട്രിയാർക്കൽ കൺട്രോൾ, പുരുഷാധിപത്യത്തിൻ്റെ നിയന്ത്രണം, ഇവയൊക്കെയാണ് സ്ത്രീകളെ അവരിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടത്? വുമൺ അലിനിയേറ്റ് ചെയ്യാൻ കാരണമായത്. സ്ത്രീകളെ ഒറ്റപ്പെടുത്താനുള്ള കാരണം, അകറ്റി നിർത്താനുള്ള കാരണം എന്നാണ് ആര് വാദിക്കുന്നത്? അലിഫൺ ജാഗർ. അതുകൊണ്ട് അലിഫൺ ജാഗർ പറയാണ് ഇവിടെ നിന്നും എന്തിനെ ഇല്ലാതാക്കണം? ഈക്വൽ പാർട്ടിസിപ്പേഷൻ. അതിവിടെ പറയുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം. തുല്യ പദവി, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് മെൻ. സ്ത്രീക്കും പുരുഷനും തുല്യ പദവി നൽകുക, തുല്യ പങ്കാളിത്തം നൽകുക. അതല്ലാതെ അവർക്കൊരിക്കലും എന്ത് ലഭ്യമാകില്ല? അവരുടെ പദവി ഉയരുകയില്ല എന്നാണ് ആര് വിമർശിക്കുന്നത്? അലിഫൺ ജാഗർ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്യാപിറ്റലിസം മാത്രം ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീ വിമോചിതരാവില്ല, പാട്രിയാർക്കി ഒഴിവാക്കണം, അപ്പോഴാണ് സ്ത്രീ വിമോചിതരാകുന്നത്. മാത്രമല്ല അവർ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ ഒറ്റപ്പെടാനുള്ള അലിനേഷൻ ആവാനുള്ള കാരണം എന്താണെന്നാ പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ചോയ്സ്, മെയിൽ ഡോമിനേഷൻ, പാട്രിയാർക്കൽ കൺട്രോൾ ഒക്കെയാണ് സ്ത്രീകൾ ഒറ്റപ്പെടാനുള്ള കാരണം എന്ന് ആര് വിമർശിക്കുന്നുണ്ട്? അലിഫൺ ജാഗർ. അപ്പോൾ ഇതാണ് ടു സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ എന്നറിയപ്പെടുന്നത്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ടു സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ, രണ്ടാളുടെ തിയറിയാണ് നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. ആരുടെയൊക്കെ? ജൂലിയറ്റ് മിച്ചലും അലിഫൺ ജാഗറും. അടുത്ത ടോപ്പിക്കാണ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ. ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ എന്താ? ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതായത് ക്രിയാത്മക വ്യവസ്ഥാ വിശദീകരണം, ഇടപെടൽ സിസ്റ്റം, ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ. അപ്പോൾ ഈ ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷനെ ഡിഫൈൻ ചെയ്യുന്നത് 3 ചിന്തകന്മാരാ. ആരൊക്കെ നോക്കൂ? ഐറിസ് മാരിയൻ യങ്, അതേപോലെ തന്നെ സിൽവിയ വാൾബി, അതേപോലെ ഹൈഡി ഹെർട്ട്മാൻ. ഈ 3 സോഷ്യോളജിസ്റ്റുകളാണ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 ചിന്തകരുടെ തിയറിയാണ് വെക്കേണ്ടത്. ആരുടെയൊക്കെ? ഐറിസ് മാരിയൻ യങ് ആൻഡ് പിന്നെ സെൽവിയ വാൾബി ആൻഡ് ഹെയ്ഡി ഹെർട്ട്മാൻ. ഈ 3 ആളുടെ തിയറിയാണ് ഏതിൽ നിങ്ങൾ വെക്കേണ്ടത്? ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഐറിസ് മാരിയൻ യങ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ. ഐറിസ് മാരിയൻ യങ് ക്രിറ്റിസൈസ്ഡ് ക്ലാസ് ഓൺലി അനാലിസിസ് of gender blind and stressed the importance of the sexual division of labor in understanding woman subordination. അതായത് ഐറിസ് മാരിയൻ യങ്ങിൻ്റെ അഭിപ്രായത്തിൽ വർഗ വിശകലനം മാത്രം എന്താണെന്നാ പറയുന്നത്? സെക്സ്വലായിട്ട് വിമർശിക്കുകയും സ്ത്രീകളെ മനസ്സിലാക്കാൻ ഇവിടെ സെക്സ്വൽ ഡിവിഷൻ അഥവാ സെക്സ്വൽ തൊഴിൽ വിഭജനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഐറിസ് മാരിയൻ യങ് എന്ന് പറയുകയാണ് സ്ത്രീയെ എന്ത് മാത്രമായിട്ടാണ് ഇവിടെ വിഭജിക്കുന്നത്? ഒരു സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ടാണ് സ്ത്രീയെ കാണുന്നത്. അത് തന്നെ തെറ്റാണ് എന്നാണ് ആര് വിമർശിക്കുന്നത്? ഐറിസ് മാരിയൻ യങ്. അപ്പോൾ ഐറിസ് മാരിയൻ യങ്
സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് വാദിക്കുന്നത്? ക്രിറ്റിസൈസ് ചെയ്യാണ്. എന്താണ് അവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്? ക്ലാസ് ഓൺലി അനാലിസിസ് ഓഫ് ജെൻഡർ ബ്ലൈൻഡ് ആൻഡ് സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് വുമൺ സബോർഡിനേഷൻ. സ്ത്രീയെ ഒരിക്കലും ഒരു സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ട് കാണരുത്. അങ്ങനെ കാണുന്നത് തെറ്റാണ് എന്നാണ് ആര് വാദിക്കുന്നത്? ഐറിസ് മാരിൻ യങ് വാദിക്കുന്നത്. ഒരിക്കലും സ്ത്രീയെ ഒരു സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ വിഭജനത്തിലേക്ക് അവരെ അതിലൂടെ ഒരിക്കലും സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള പദവിയും സ്ഥാനവും തുടങ്ങി ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ആര്? സ്ത്രീ. വെറും ഒരു സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ട് സ്ത്രീയെ കാണരുത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് ആര് വിമർശിക്കുന്നത്? ഐറിസ് മാരിൻ യങ് വിമർശിക്കുന്നത്. അടുത്തതാണ് സിൽവിയ വാൾബി. സിൽവിയ വാൾബി similarly argued that patriarchy and capitalism operate together to oppress women. അതായത് മുതലാളിത്തവും പാട്രിയാർക്കിയും ചേർന്ന് പ്രവർത്തിച്ചാണ് സ്ത്രീകളെ അടിച്ചമർത്തുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. സെൽവിയ വാൾബി എന്താ പറയുന്നത്? ജൂലിയറ്റ് മിച്ചലിൻ്റെ അതേ തിയറി തന്നെയാണ് സെൽവിയ വാൾബിയും പറയണത്. ജൂലിയറ്റ് മിച്ചൽ പറയുന്ന അതേ തിയറി തന്നെയാണ് സെൽവിയ വാൾബിയും പറയണത്. സെൽവിയ വാൾബി എന്താ പറയണേ? സിമിലാർലി ആർഗ്യൂഡ് ദാറ്റ് പാട്രിയാർക്കി ആൻഡ് ക്യാപിറ്റലിസം, പാട്രിയാർക്കിയും ക്യാപിറ്റലിസവുമാണ് വുമൺസിനെ ഒപ്രസ് ചെയ്യുന്നത് എന്ന് ആര് വാദിക്കുകയാണ്? സെൽവിയ വാൾബി. അതുകൊണ്ട് ഇത് രണ്ടും ഇവിടെ നിന്നും എന്ത് ചെയ്യണം? എലിമിനേഷൻ ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് സെൽവിയ വാൾബി വാദിക്കുന്നത്. അടുത്തതാണ് ഹൈഡി ഹാർട്ട്മാൻ. ഹൈഡി ഹാർട്ട്മാൻ. ഹൈഡി ഹാർട്ട്മാൻ described capitalism and patriarchy as the two heads of the same bust. ഹൈഡി ഹാർട്ട്മാൻ എന്താ പറയുന്നത്? ക്യാപിറ്റലിസവും പാട്രിയാർക്കിയും, അതായത് മുതലാളിത്തവും പിതൃദായകത്വവും ഒരു മൃഗത്തിൻ്റെ രണ്ടു തലകളാണ്. ടു ഹെഡ്സ് ഓഫ് ദ സെയിം ബസ്റ്റ്. അതായത് ഒരു മൃഗത്തിൻ്റെ രണ്ട് തലകളായിട്ടാണ് എന്തിനെ കാണുന്നത്? ക്യാപിറ്റലിസത്തെയും പാട്രിയാർക്കിയെയും ആര് ഡിസ്ക്രൈബ് ചെയ്തത്? ഹൈഡി ഹാർട്ട്മാൻ. ഹൈഡി ഹാർട്ട്മാൻ ഡിസ്ക്രൈബ്ഡ് ക്യാപിറ്റലിസം ആൻഡ് പാട്രിയാർക്കി ആസ് ദ ടു ഹെഡ്സ് ഓഫ് ദ സെയിം ബീസ്റ്റ്. ഒരു മൃഗത്തിൻ്റെ രണ്ടു തലകളായിട്ടാണ് ക്യാപിറ്റലിസത്തെയും പാട്രിയാർക്കിയെയും ആര് പരാമർശിച്ചത്? ഹൈഡി ഹാർട്ട്മാൻ. highlighting how women economic dependence, low wage, domestic labor and exclusion from resource disadvantage them. അതേപോലെ തന്നെ പിന്നെന്താണ്? സ്ത്രീകളുടെ സാമ്പത്തിക ആശ്രിതത്വം, ലോ വേജ് കുറഞ്ഞ വേതനം, ഗൃഹതൊഴില്, വിഭവങ്ങളിലേക്കുള്ള പ്രവേശനക്കുറവ് എന്നിവ സ്ത്രീകളെ പിന്നോക്ക അവസ്ഥയിലേക്ക് മാറ്റുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളെ ബാക്ക്വേർഡ് ആക്കാനുള്ള കാരണം എന്താ അദ്ദേഹം പറയണേ? വുമൺ എക്കണോമിക് ഡിപ്പെൻഡൻസ്, ലോ വേജ്, സ്ത്രീകളെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം കുറഞ്ഞ വേതനവും, ഡൊമസ്റ്റിക് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ഗൃഹത്തിലെ തൊഴിലാളി. ഗൃഹത്തിലെ തൊഴിലാളി പറഞ്ഞാൽ ഒരു വരുമാനവും കിട്ടാത്തൊരു ജോലിയാണ് അല്ലേ? വെറും കുറ്റം മാത്രമായിരിക്കും കൂലിയായിട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് ലേബർ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ലേബർ, എക്സ്ക്ലൂഷൻ ഫ്രം റിസോഴ്സസ്, ഡിസ്വാൻറ്റേജ് ദം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളെ എങ്ങോട്ട് ബാക്ക്വേർഡ് ആക്കാനുള്ള കാരണം എന്നാണ് ആര് വാദിച്ചത്? ഹൈഡി ഹാർട്ട്മാനെ വാദിച്ചത്. അപ്പോൾ ഇത്രയും ഈ പറയുന്ന ആളുകളുടെ തിയറികൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ടു സിസ്റ്റം എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ജൂലിയറ്റ് മിച്ചലും അലിസൺ ജാഗറും, ഇൻ്ററാക്റ്റീവ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഐറിസ് മെറിൻ യങ്ങും സെൽവിയ വാൾബിയും ഹൈഡി ഹാർട്ട്മാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം. അതിൽ പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസത്തിൽ പ്രധാനമായും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം എമർജ്ഡ് ആസ് എ ക്രിറ്റിക് ഓഫ് ഏർലിയർ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഫോർ ഫോക്കസിങ് മെയിൻലി ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് വൈറ്റ് മിഡിൽ ക്ലാസ് വുമൺ.
അതായത് മുൻകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രധാനമായും വെളുത്ത വർഗത്തിലെ മധ്യവർഗ സ്ത്രീകളുടെ താൽപ്പര്യങ്ങൾ മാത്രമാണ് പ്രതിനിധീകരിച്ചതെന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏത് തിയറി ഉദയം ചെയ്തത്? പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം ഉയർന്നു വന്നത്. പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം ഉയർന്നു വരാനുള്ള കാരണം ആരെ വിമർശിച്ചുകൊണ്ടാണ്? മുൻകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രധാനമായും വൈറ്റ് മിഡിൽ ക്ലാസ് വുമണിനെ മാത്രമാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് വിമർശിച്ചുകൊണ്ട് ഉയർന്നു വന്ന തിയറിയാണ് പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം. അതായത് വൈറ്റ് മിഡിൽ ക്ലാസ് വുമൺസിന് മാത്രം അവരുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി മാത്രമാണ് മുൻകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ മുൻകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തെ ഏർലിയർ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ട തിയറിയാണ് പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം. Then this perspective rejects the idea of single universal female experience and emphasizes diversity, difference and multiple identity shaped by race, class, sexuality and culture. അതേപോലെ തന്നെ സ്ത്രീകളുടെ അനുഭവം എന്ന് പറയുന്നത് സാധാരണവുമല്ലെന്ന് ഇവ അംഗീകരിക്കുന്നു. അപ്പോൾ ദ പെർസ്പെക്റ്റീവ് ഓഫ് റിജക്ട് ദ ഐഡിയ ഓഫ് സിംഗിൾ യൂണിവേഴ്സൽ ഫീമെയിൽ എക്സ്പീരിയൻസ്. സ്ത്രീകളുടെ ഫീമെയിൽസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായ ഒന്നല്ല എന്ന് അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് തിയറി? പോസ്റ്റ് മോഡേൺ ഫെമിനിസം. അപ്പോൾ പോസ്റ്റ് മോഡേൺ ഫെമിനിസം ഉയർന്നു വരാനുള്ള കാരണം എന്താണ്? ഏർലിയർ ഫെമിനിസ്റ്റുകൾ വൈറ്റ് മിഡിൽ ക്ലാസ് വുമൺസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് എന്ന് അവരെ ഏർലിയർ ഫെമിനിസ്റ്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേൺ തിയറി ഉയർന്നു വന്നത്. മാത്രമല്ല അതിലെന്താണ് പറയുന്നത്? അതായത് The perspective reject the idea of single universal female experience. അതായത് സ്ത്രീകളുടെ അനുഭവം എന്നത് സർവ്വസാധാരണമല്ല ഇവ അംഗീകരിക്കുന്നു. സ്ത്രീകളുടെ എക്സ്പീരിയൻസ്, ഫീമെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ തിയറി മുന്നോട്ട് പോകുന്നത്. ആൻഡ് എംഫസൈസ് ഡൈവേഴ്സിറ്റി, ഡിഫറൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി ഷേപ്ഡ് ബൈ റേസ്, ക്ലാസ്, സെക്സ്വാലിറ്റി. അതേപോലെ തന്നെ ജാതി, വർഗം, സെക്സ്വാലിറ്റി, കൾച്ചർ എന്നിവ സ്ത്രീകളുടെ തിരിച്ചറിയലിനും അനുഭവങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് അവർ വാദിക്കുന്നു. അപ്പോൾ സ്ത്രീകളെ തിരിച്ചറിയുന്നതിനും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുന്നത് ഏതിലൂടെയൊക്കെയാണ്? റേസ്, ക്ലാസ്, സെക്സ്വാലിറ്റി, കൾച്ചർ ഇവയിലൂടെയൊക്കെയാണ് സ്ത്രീകളെ തിരിച്ചറിയുന്നതിനും അവരെ മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നാണ് പോസ്റ്റ് മോഡേൺ തിയറി വാദിക്കുന്നത്. Post modern feminists challenge enlightenment idea of rationality and universal truth, arguing that chronology is socially constructed and influenced by power relation. അതേപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റുകൾ എന്തിനെ വിമർശിക്കുകയാണ്, എന്തിനെ വെല്ലുവിളിക്കുകയാണ്? പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചലഞ്ച് എൻലൈറ്റ്മെൻറ്റ് ഐഡിയ ഓഫ് റാഷണാലിറ്റി. അതായത് ജ്ഞാനോദയ ആശയങ്ങളെയും റാഷണാലിറ്റി യുക്തിയെയും യൂണിവേഴ്സൽ ട്രൂത്തിനെയും സാർവത്രികമായ സത്യങ്ങളെയും ഒക്കെ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? വെല്ലുവിളിക്കുന്നു. പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചലഞ്ച് ചെയ്യാൻ വെല്ലുവിളിച്ചു. എന്തിനെ? എൻലൈറ്റ്മെൻറ്റ് ഐഡിയ ഓഫ് റാഷണാലിറ്റി ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്. ഐഡിയാസ് ഓഫ് റാഷണാലിറ്റിയെയും ജ്ഞാനോദയ ആശയങ്ങളെയും യുക്തിയെയും യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്തു? വിമർശിച്ചു, അതല്ലെങ്കിൽ ചലഞ്ച് ചെയ്തു, വെല്ലുവിളിച്ചു. അവരെന്താ പറയണത്? പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റുകൾ എന്താ പറയണത്? ആർഗ്യൂയിങ് ദാറ്റ് നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്.
ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർ റിലേഷൻ. അതായത് അറിവ് സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണെന്നും അധികാര ബന്ധങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. നോളജ് എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ്, അറിവ് എങ്ങനെയുള്ളതാണ്? സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണ്. നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അറിവ് എന്ന് പറയുന്നത് സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണെന്നും മാത്രമല്ല അത് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അനുഭവങ്ങളെ. ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർ റിലേഷൻ. അതേപോലെ തന്നെ അതെന്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? അധികാര ബന്ധങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുമാണ് വ്യക്തമാക്കുന്നത് പോസ്റ്റ് മോഡേൺ ആശയങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ ഐഡിയോളജി ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അറിവ് എന്ന് പറയുന്നത് ഒരു സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണ്. അതെന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർ റിലേഷൻ. അധികാര ബന്ധങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. തിങ്കേഴ്സ് സച്ച് ആസ് അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് മോഡേൺ തിയറിയിലെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ശ്രദ്ധിച്ചോളൂ. മിഷേൽ ഫൂക്കോൾട്ട്, മിഷേൽ ഫൂക്കോൾ, അതേപോലെ തന്നെ ജാക്കബ് ഡെറിഡ എന്നാട്ടോ, ജാക്കബ് ഡെറിഡ, സൈമൺ ഡി ബോവോയർ, ഹെലൻ സീസു, അതേപോലെ തന്നെ ജൂഡിത്ത് ബട്ട്ലർ. ഇവരൊക്കെയാണ് പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സായി അറിയപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? പേരുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മിഷേൽ ഫൂക്കോ, ജാക്കബ് ഡെറിഡ, സിമോൺ ഡി ബൊവോയർ ആൻഡ് പിന്നെ ഏതാണ്? പിന്നെ ആരാ? ഹെലീൻ സീസു ആൻഡ് ജൂഡിത്ത് ബട്ട്ലർ. ഇവരെയൊക്കെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അവർ തേർഡ് വേവ് ഫെമിനിസം പറയുന്നുണ്ട്. തേർഡ് വേവ് ഫെമിനിസം ഫർദർ ക്രിറ്റിക് സെക്കൻഡ് വേവ് ഫെമിനിസം. തേർഡ് വേവ് ഫെമിനിസം സെക്കൻഡ് വേവ് ഫെമിനിസത്തെ എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. ഫെമിനിസത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, തേർഡ് വേവ് ഉണ്ട്. അതിൽ തേർഡ് വേവ് ഫെമിനിസം ഏതിനെ വിമർശിക്കുകയാണ്? സെക്കൻഡ് വേവ് ഫെമിനിസത്തിലാണ് നമ്മൾ ആരെയൊക്കെ കുറിച്ച് പഠിച്ചത്? ഹെഡി ഹെർട്ട്മാനെയും അതേപോലെ തന്നെ 2 സിസ്റ്റം എക്സ്പ്ലനേഷൻ ഓഫ് വുമൺ ഒപ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലിഫൻ ജാഗറൊക്കെ കുറിച്ച്, അതാണ് സെക്കൻഡ് വേവിൽ വരിക. അവരേനൊക്കെ ഏത് വിമർശിക്കുന്നുണ്ട്? തേർഡ് വേവ് ഫെമിനിസം വിമർശിക്കുന്നുണ്ട്. തേർഡ് വേവ് ഫെമിനിസം ഫർദർ ക്രിറ്റിക് സെക്കൻഡ് വേവ് ഫെമിനിസം. സെക്കൻഡ് വേവ് ഫെമിനിസത്തെ തേർഡ് വേവ് ഫെമിനിസം എന്ത് ചെയ്യുന്നു? ക്രിറ്റിസൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ and highlight fluid identity, individual choice and resistance to fixed gender category, making feminism more inclusive and pluralistic. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വ്യക്തിഗത തെരഞ്ഞെടുപ്പുകൾ, വർഗീകരണങ്ങളോടുള്ള എതിർപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ ഫെമിനിസം കൂടുതൽ ഉൾക്കൊള്ളുന്നതും വൈവിധ്യമാർന്നതുമായ പ്രസ്ഥാനമായി മാറി. ഇങ്ങനെ പിന്നീട് ഈ ഒരു പോസ്റ്റ് മോഡേൺ ഫെമിനിസം പിന്നീട് എന്തായി മാറി എന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതും വൈവിധ്യമായിട്ടുള്ളൊരു പ്രസ്ഥാനമായി മാറുകയാണ് ചെയ്തത്. ഇതിൽ ഫ്ലൂയിഡ് ഐഡൻറ്റിറ്റിയും ഇൻഡിവിജ്വൽ ചോയ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? പോസ്റ്റ് മോഡേൺ ഫെമിനിസത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫെമിനിസം വളരെ പ്ലൂറാലിസ്റ്റിക്കായി മാറി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ തിയറിയിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ സോഷ്യലി സാമൂഹികമായി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടതും അതേപോലെ തന്നെ പവർ റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുമാണ് ഏത് പ്രാധാന്യം കൊടുക്കുന്നത്? പോസ്റ്റ് മോഡേൺ ഫെമിനിസം പ്രാധാന്യം കൊടുത്തത്. ആർഗ്യൂയിങ് ദാറ്റ് നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർ റിലേഷൻ. പവർ റിലേഷനെയും സോഷ്യൽ കൺസ്ട്രക്റ്റിനെയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന തിയറിയാണ് ഏത്? പോസ്റ്റ് മോഡേൺ ഫെമിനിസം. മാത്രമല്ല പോസ്റ്റ് മോഡേൺ ഫെമിനിസത്തിൽ ഏതൊക്കെ ചിന്തകന്മാരാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഈ പോസ്റ്റ് മോഡേൺ ഫെമിനിസം
ത്തിൽ തന്നെ തേർഡ് വേവ് ഫെമിനിസം ഉണ്ട്. ആ തേർഡ് വേവ് ഫെമിനിസം ഏതിനെ വിമർശിച്ചു എന്നാണ് പറയുന്നത്? സെക്കൻഡ് വേവ് ഫെമിനിസത്തെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കാനുള്ളത്. 7ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 8ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. അതായത് ദളിത് പെർസ്പെക്റ്റീവ്, ദളിത് കാഴ്ചപ്പാട് എന്ന അത് ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ചും ദളിതരെക്കുറിച്ചും അനലൈസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് 8ാമത്തെ യൂണിറ്റ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ.